ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതികളുണ്ട്, പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും, ഡിങ്കിടി ഡിങ്കിൻ ഡിഗ് ഡിങ് ഡിങ് എന്ന് പറഞ്ഞ് നടൻ വിനായകൻ്റെ പല പ്രസ്താവനകളും നമ്മളെല്ലാവരും ചൊടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ ദേഷ്യം തോന്നിക്കാറുണ്ട്. പക്ഷേ ഇന്നലത്തെ വിനായകൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്, ഒരുപാട് ഇഷ്ടം തോന്നിപ്പോയി. ഒരു തീ പാറിയ പോസ്റ്റായിരുന്നു അത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: നിൻ്റെ അമ്മ ബലാത്സംഗം ചെയ്യിപ്പിച്ച് നിന്നെ ഉണ്ടാക്കിയ പോലെയല്ല മറ്റുള്ള സ്ത്രീകൾ. ഈ നാട്ടിലുള്ള സ്ത്രീകളും അമ്മമാരും നിൻ്റെ അമ്മയെപ്പോലെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നുമില്ലടാ, തീട്ടം വീണ് ഉണ്ടായ മരപ്പൊട്ട. കുറച്ച് അൺപാർലമെൻ്ററി വാക്യങ്ങളും വേർഡുകളും അല്ലെങ്കിൽ അതെല്ലാം കൂടെ കോർത്തിണങ്ങിയിട്ടുള്ളൊരു പോസ്റ്റാണ് ഈ കാര്യം. ഈ പോസ്റ്റ് വിനായകൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആരെയാണോ ഈ പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ജന്തുവിനെയാണ് ഈ ഒരു പോസ്റ്റിൽ വിനായകൻ എന്താ പറയുക പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇത് പ്രതിഷ്ഠിക്കാനുള്ള കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമുക്കറിയാം. തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലായിട്ടുള്ള പത്രിക എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് CJP പ്രൊട്ടസ്റ്റിനെതിരെയും അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് അവിടെ വന്നിട്ടുള്ള പെൺകുട്ടികൾക്കെതിരെയും ഈ ജന്തു പറഞ്ഞിട്ടുള്ള ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള വാക്കുകളും ഒക്കെ അതിൻ്റെയൊക്കെ മറുപടി ആയിട്ടാണ് വിനായകൻ ഇത് പറഞ്ഞത്. ഏതാണെങ്കിലും ഇവൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്, ഇവൻ്റെ പേരിൽ പല കേസുകൾ വന്നിട്ടുണ്ട്, ഇവൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ ആസ്പദമാക്കിയിട്ട്. ഏതാണെങ്കിലും വിനായകനെ കൊണ്ട് അത് പറയിപ്പിക്കാൻ തോന്നിയ ആ ഒരു തോന്നൽ വളരെ നന്നായി തോന്നി. കാരണം മോശമാണ്, അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടിൽ അമ്മനെ വരെ പറഞ്ഞ്, അല്ലെങ്കിൽ ആ അമ്മ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ നമുക്കറിയില്ല, ഉണ്ടെങ്കിൽ പോലും ഇവനെപ്പോലത്തെ ഒരു അമ്മയല്ല, ഇവനെപ്പോലത്തെ ചിന്താഗതി എല്ലാ അമ്മക്ക് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ അമ്മനെ ഇതിലോട്ട് എടുത്തിടേണ്ടി വന്നത് ഇവന് ഒരുപാട് അമ്മമാരുടെ മക്കളെ പറഞ്ഞതുകൊണ്ടാണ്. അതായത് CJP പ്രൊട്ടസ്റ്റിന് അവിടെ ചെന്ന ആളുകളിൽ 20% പിള്ളേരുണ്ട്, നീറ്റ് എക്സാമിൻ്റെ പിള്ളേർ, ബാധിക്കപ്പെട്ട പിള്ളേർ. ബാക്കി 80% ആളുകളും, അവിടെ കൂടിയ ആളുകളും ഇതുപോലത്തെ ഇവൻ ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവന്മാരാണ്. അതിൽ തന്നെ പെൺകുട്ടികളെല്ലാം ഈ ബലാത്സംഗം ഇഷ്ടപ്പെട്ട് ബലാത്സംഗിക്കണേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന പെൺകുട്ടികളാണ്. അങ്ങനെ ബലാത്സംഗം ചെയ്ത് ഇനിയിപ്പോൾ മരണപ്പെട്ടാൽ പോലും അതുവരെ രക്തസാക്ഷികളാക്കി മാറ്റുന്ന ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണ് അങ്ങോട്ട് ചെന്നത് എന്ന ഒരു വാക്ക്. ഒരുപാട് അമ്മമാരുടെ മക്കളും, അല്ലെങ്കിൽ അവിടെ ചെന്ന് ഈ പിള്ളേർ മാത്രമല്ല, പിള്ളേരെക്കാൾ വലിയവരും അമ്മമാരും ഒക്കെ അവിടെ ഒത്തുകൂടിയിരുന്നു ഈ ഒരു CJP പ്രൊട്ടസ്റ്റിന്. അപ്പം ഈ രാജ്യത്തെ അത്രയും വരുന്ന പെണ്ണുങ്ങളെ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവൻ്റെ അമ്മേനെയും ഇവൻ്റെ അമ്മയുടെ അമ്മേനെയും അമ്മയുടെ അമ്മയുടെ അമ്മേനെയും ഒക്കെ അറിയേണ്ട ആളുകൾ പറഞ്ഞു പോകും. അതിന് ആ പാവപ്പെട്ട അമ്മമാർ ഒന്നും വിചാരിക്കരുത്. കാരണം നിങ്ങൾ പടച്ചു വിട്ടിട്ടുള്ള ഈ ഒരു പടപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ജന്തു, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഈ ഒരു ജന്തുവിനെ ജന്തു എന്ന് വിളിക്കണോ, പട്ടി എന്ന് വിളിക്കണോ, ചെറ്റാന്ന് വിളിക്കണോ, നാറിയെന്ന് വിളിക്കണോ, നാഴയെന്ന് വിളിക്കണോ, കാട്ട് പന്നി എന്ന് വിളിക്കണോ ഒക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഞാനതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്ന ജന്തുക്കൾക്ക് അത് വലിയൊരു അപമാനമായി മാറും. കാരണം ഇവൻ അതിനേക്കാൾ തരം താന്നിട്ടുള്ള ഒരു സാധനമായതുകൊണ്ട് മാത്രം. പക്ഷേ RSSൻ്റെ സംഘപരിവാറിൻ്റെ BJPയുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സൈബർ തീവ്രവാദികളുടെ കണ്ണിലുണ്ണിയാണ്, അവരുടെ തലമൂത്ത നേതാവാണ്, അവരുടെ ബുദ്ധിജീവിയാണ്. പക്ഷെ ഇവൻ്റെ മനസ്സിൽ വരുന്ന ബുദ്ധിജീവിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്ക് പോലും കൊടുക്കാത്ത, വില കൊടുക്കാത്ത വാക്യങ്ങളാണ് ഇവൻ്റെ വാക്ക്, അല്ലെങ്കിൽ ഇവൻ്റെ ചാനലിലൂടെ ഇവൻ ഓരോ ദിവസം ഇരുന്ന് പറയാറുള്ളത്. ഏതാണെങ്കിലും അവൻ ആ പറഞ്ഞൊരു വേർഡ് നമുക്കൊന്നുകൂടെ കേൾക്കാം, കേട്ടിട്ട് നോക്കാം എന്തുകൊണ്ട് വിനായകൻ അങ്ങനെ കൊടുക്കാൻ തോന്നി എന്നുള്ളത്. കേട്ട് നോക്കാം. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതികളുണ്ട്, പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും, ഡിങ്കിടി ഡിങ്കിൻ ഡിഗ് ഡിങ് ഡിങ് എന്ന് പറഞ്ഞ് ഡിങ്കിടി ഡിങ്കിൻ ഡിഗ് ഡിങ്കിം. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, ഇത് വെറുതെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുക? അവനങ്ങ് പിടിച്ചിട്ട് അവൻ്റെ മോന്ത 4 വട്ടം ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഉരച്ച് വല്ല ചാണകക്കുണ്ടിലോട്ട് കുഴിച്ചങ്ങ് മൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ഒരു വണ്ടി തട്ടിക്കിടന്ന് വെള്ളം കിട്ടാണ്ട് കിടന്ന് നരകിച്ച് ചാവുന്നത് കാണുമ്പം ഒരു സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ അവൻ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ നോക്ക്. അവിടേക്ക് വരുന്ന പെൺകുട്ടികൾ, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന, ബലാത്സംഗിക്കണേ, എന്നൊന്ന് ബലാത്സംഗം ചെയ്യണമെന്നും പറഞ്ഞ് CJP പ്രൊട്ടസ്റ്റിന് വരുന്നത് എന്തൊക്കെ. പിന്നെ അവന് കുറേ കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടല്ലോ. അതായത് ഇടതുപക്ഷ
ജനാധിപത്യ മതനിരപേക്ഷ വർഗ കൂട്ടങ്ങൾ അല്ലേ, ഈ കൂട്ടങ്ങളെയും പറഞ്ഞത് ഞാനത് തന്നെ, ഞാൻ വീണ്ടും എൻ്റെ പഴയൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഈ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മതേതരത്വ വർഗ്ഗങ്ങളാണ് നമ്മുടെ കേരളത്തിലെ 99%. പിന്നെ ഇവനെ പോലത്തെ കീടങ്ങൾ മാത്രം 1% വരുന്നുള്ളൂ. അപ്പോൾ ഈ 99% ഇവൻ പറഞ്ഞ പോലത്തെ പീഡിപ്പിക്കാനും പീഡിപ്പിക്കപ്പെടാനും നിന്നിരുന്നെങ്കിൽ ഇവൻ്റെ അമ്മൂമ്മ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ അമ്മ, അമ്മൂമ്മയുടെ അമ്മയുടെ അമ്മയുടെ അമ്മ, പിന്നെ ഇവൻ്റെ ഭാര്യ, ഇവൻ്റെ പെൺമക്കൾ, ഇവൻ്റെ പെൺമക്കൾക്ക് പെൺകുട്ടികളുണ്ട്, അവരൊക്കെ എത്രയോ വട്ടം പീഡിപ്പിക്കപ്പെടലൊക്കെ കഴിഞ്ഞു. 10,000 വട്ടം ചെയ്തു പോനെ. ഇവൻ പോലും ചിന്തിക്കണമായിരുന്നു ആരാണ് എൻ്റെ അച്ഛൻ, ആരാണ് എൻ്റെ അമ്മ എന്നുള്ള ചിന്തിക്കുന്ന അവസ്ഥയിലോട്ട് വന്നേനെ. ഇവനൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അവൻ ചിന്തിക്കണമായിരുന്നു ഈ നാട്ടിലെ ഈ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ആൾക്കാർ എൻ്റെ വീട്ടിൽ കയറി വല്ല പരിപാടി ഒപ്പിച്ചിട്ടാണ് എനിക്കൊരു പെൺകുട്ടി ഉണ്ടായത്, ഞാൻ കുട്ടിക്ക് ഇതേ അവസ്ഥയാണ് വരാൻ പോണതെന്ന് ചിന്തിക്കുകയോ? ഇല്ല, ഇവൻ സുഖസുന്ദരമായിട്ട് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെതിരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവൻ ഇത് പറഞ്ഞതിനെ വരെ അതൊരു വലിയ വേദവാക്യമായിട്ട് കാണുന്ന സംഘികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ സംഘികളുടെ ഒരു സ്റ്റാൻഡേർഡ്, അവരെ ചിന്താഗതി, അവരുടെ ഉള്ളിൽ സംഘികളല്ലാത്ത ആളുകൾ അവർ കാണുന്നത് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പം ഇത് കാണുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ നിങ്ങൾ ആരാണെങ്കിലും ശ്രദ്ധിച്ചോളൂ, ഇവനെ പോലത്തെ സംഘികൾ നിങ്ങൾക്ക് തരുന്ന പട്ടം എന്താണെന്നുള്ളത്. സംഘികൾ നിങ്ങൾക്ക് തരുന്ന പട്ടം, അതായത് മറ്റ് സ്ത്രീകൾ, സംഘികളല്ലാത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്യണേന്നും പറഞ്ഞിട്ട് നടക്കുന്ന സ്ത്രീകൾ മാത്രമാണെന്നാണ് ഒരു പക്ക തീവ്ര സംഘപരിവാർ മനസ്സുള്ള ഇവൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണെങ്കിലും ഇവനെതിരെ കേസെടുത്തിട്ടുണ്ട്. വിനായകൻ എന്തുകൊണ്ട് പ്രതികരിച്ചു? വിനായകനല്ല, ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കേസെടുത്തു എന്നുള്ളത് ഇത് മാത്രം മതി ചിന്തിക്കാൻ. ഇനി ഇവൻ പറഞ്ഞത് ഇവൻ്റെ കണ്ണിൽ മറ്റ് പെണ്ണുങ്ങൾ എങ്ങനെ ഇവൻ കാണുന്നത് എന്നുള്ളത്. ഇനി ഇവൻ അവിടെ പ്രൊട്ടസ്റ്റിന് പോയ ആളുകളെ, അതായത് ഈ നമ്മുടെ രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കുന്ന ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നവരും അത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തെ കുട്ടികളുടെ ഭാവി തലമുറ ഇല്ലാതാക്കുന്ന ആളുകളെയും അതിന് എതിരെ നിന്ന ആളുകളെ ഇവൻ എങ്ങനെ കാണുന്നത്? ഇവനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇവൻ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഇവൻ്റെ അടുത്ത വീഡിയോയിൽ ഇവൻ പറഞ്ഞിട്ടുള്ളത്. കേൾക്ക്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ ബന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവയ്ക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്, ക്ലീൻ. അവനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ, അമിത്ഷായുടെ സ്ഥാനത്ത്, അപ്പം അങ്ങനെ പറയാം, അമിത്ഷായുടെ സ്ഥാനത്ത് ഇവനായിരുന്നുവെങ്കിൽ ഇവൻ അങ്ങ് വരും, 4 മണിക്കൂർ സ്വയം അങ്ങ് വെടിവെക്കും. സ്വയമല്ല, അവിടെ അങ്ങ് വെടിവെക്കും. അവിടെയുള്ള ആളുകളെ മൊത്തം അങ്ങ് കൊല്ലും. കുറേ പേരൊക്കെ ചാവും, കുറേ പേരൊക്കെ ഓടും, കുറേ പേരുടെയൊക്കെ മേലെ വെടികൊള്ളും. ശവങ്ങളെല്ലാം കൂടെ പെറുക്കി ഹോസ്പിറ്റലിൽ കൊണ്ടിടും. എന്നിട്ട് ഇവൻ നടക്കൂ, രാജ്യത്തിറങ്ങി നടക്കൂ. ഇവനല്ല, ഇവൻ്റെ കൂട്ടരായിട്ട് നടക്കുന്ന സകല എണ്ണത്തിനുണ്ടല്ലോ കത്തിച്ച് കളയുമായിരുന്നു. ഈ ചിന്തയിലാണ് ഇവൻ ജീവിക്കുന്നതെങ്കിൽ, ഈ ചിന്തയിലാണ് ഈ പാർട്ടി ജീവിക്കുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ഇവർ ഭാവിയിലോട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ കത്തിച്ച് കളയും. നിൻ്റെ കുടുപ്പൂരുണ്ടല്ലോ, നിൻ്റെ ചുക്കാമണി വരെ പിഴുത് ആൾക്കാർ എറിയുമായിരുന്നു. നിനക്ക് ശാഖയിൽ അട്ടി നടക്കുന്ന പോലെയല്ല രാജ്യത്ത് മറ്റുള്ള ആൾക്കാരെടുത്ത് അല്ലെങ്കിൽ ഇമ്മാതിരി വർത്താനം പോയി കഴിഞ്ഞാൽ കത്തിച്ച് കളഞ്ഞു, ചുട്ട് കളയുമായിരുന്നു ആളുകൾ. അതാ നടക്കുകയുള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ കണ്ടോ? ഇവൻ അതിൽ ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന ഇതൊക്കെ ചെയ്തിട്ട് വന്ന ഒരാളാണ് എന്ന് പറഞ്ഞത് ആരെ? മോദിനെ. ഗുജറാത്ത് കലാപാണ് പറഞ്ഞത്. അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള വൃത്തികെട്ട ചെറ്റത്തരം ചെയ്തിട്ടാണ് ഇവർ വളർന്നു വന്നത്. പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇപ്പം നമ്മളൊരു ജെൻസി അങ്ങോട്ട് മാറ്റി നിർത്തുന്നു. ജെൻസീനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുള്ള മില്ലേനിയൻസിൻ്റെ ഉള്ളിലോട്ട് വർഗീയ വിഷം കുത്തിക്കയറ്റാൻ പറ്റി. അതുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നത്. ഇവർ ജെൻസിയുടെ കാര്യം ഇവരങ്ങ് മറന്നുപോയി. 2014 ഇവരിങ്ങ് ഈ അധികാരത്തിലോട്ട് കയറി വന്ന സമയം മുതൽ ഇവർ ട്രൈ ചെയ്തെന്താണ്? മാക്സിമം വർഗീയ വിഷം, വർഗീയ ചിന്താഗതി, മുസ്ലിം ഹിന്ദു, മുസ്ലിം ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി കുത്തിക്കയറ്റാൻ ഇവർക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റി, ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു മാധ്യമ പ്ലാറ്റ്ഫോം അത് കംപ്ലീറ്റ്ലി ഒരു ജെൻസി, അതായത് 2014 ഇവർ വരുമ്പം ഈ പറഞ്ഞ ജെൻസികൾക്ക് എത്ര വയസ്സുണ്ട്? അവർക്ക് അത് പ്രായപൂർത്തി പോലും ആവാത്ത വയസ്സുള്ള സമയത്താണത്. അപ്പോൾ ആ പിള്ളേരെ ഇവർ മറന്നുപോയി. അവരുടെ മനസ്സിലോട്ട് ഇവർക്ക് ഈ വർഗീയത കുത്തിക്കയറ്റാൻ ചെറുപ്പത്തിലേ പറ്റിയില്ല.
ഇപ്പോൾ നമ്മൾ ജെൻസിനെ കാണുന്നത് 95 ശേഷം ജനിച്ച ആളുകൾ. അപ്പോൾ 95 ഒരു കൊച്ച് ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 2014 ഇവർ അധികാരത്തിൽ വരുമ്പം ആ കൊച്ചിന് വയസ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു 18 വയസ്സ്, ആ വയസ്സൊക്കെ അവർക്കുള്ളൂ. അതെ, അപ്പോൾ 95 ശേഷം 96, 90, ഇപ്പോൾ 2000, 2000 ആ സമയത്തൊക്കെ ജനിച്ച പിള്ളേർ തന്നെ 18 വയസ്സിലെ താഴേക്കുള്ള പിള്ളേരായിരുന്നു അതിന് ശേഷം. അപ്പോൾ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തത് മൊത്തം വാട്സപ്പ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇവർ മാക്സിമം വിഷം ഇങ്ങനെ ഇട്ട് കൊടുത്ത് വളർത്തി വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവരെ ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അവർ മിസ്സായിപ്പോയത് ഈ അന്ന് പ്രായപൂർത്തിയാവാത്ത താഴത്ത് വരുന്ന ജനറേഷനെ ഇവർ മിസ്സായിപ്പോയി. അവരുടെ മനസ്സിലോട്ടും അവരുടെ ബ്രെയിനിലോട്ടും ഇത് കുത്തിക്കയറ്റാൻ ഇവരെ കൊണ്ട് പറ്റിയില്ല. അതാണ് ഇപ്പം പൊളിഞ്ഞത്. ഇനി ഇവരുടെ കണ്ടോ, ഇപ്പോൾ എന്തുകൊണ്ടാണ് മോദി പറഞ്ഞത്, അല്ലെങ്കിൽ എന്താ പറയുക, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണം എന്ന് മന്ത്രിമാരോട് പറഞ്ഞാൽ എന്താ, ഇനി കണ്ടോ, ഇനി ഇൻസ്റ്റാഗ്രാം വിഷലിപ്തമായിട്ടുള്ള രീതിയിൽ ഇൻസ്റ്റാഗ്രാം മാറാൻ പോകുക കംപ്ലീറ്റ്ലി. അതായത് ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ആ വീഡിയോൻ്റെ താഴെ വന്നിട്ട് പച്ചത്തെറി പറയുന്ന വൃത്തികെട്ട നാറ്റ സംഖ്യകളെ നമുക്ക് എപ്പോഴും കാണാറുണ്ട്. പിന്നെ വാട്സപ്പിൽ നമ്മൾ ഈ കാണാറുണ്ട് ഇവന്മാരുടെ ഫോർവേഡ് മെസ്സേജുകൾ, ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി മെസ്സേജുകൾ. പക്ഷേ ഇൻസ്റ്റാഗ്രാം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടായിരുന്നുണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോം. ഇനിയിപ്പോൾ ഇവരത് ഇൻസ്റ്റാഗ്രാമിനെ ഒരു ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് സംഖ്യകൾ ഇൻസ്റ്റാഗ്രാമിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞ പോലെ പച്ച ചെറ്റത്തരം നായിൻ്റെ മക്കൾ പറയുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ അത്രയും വൃത്തികെട്ട രീതിയിലുള്ള എന്താ പറയുക നരേറ്റീവ്സ് ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഇവർ പടർത്തും. ഇവരുടെ മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരോട് തുടങ്ങിക്കോളാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ. അമ്മമാരെന്താ പോസ്റ്റ് ചെയ്യുക, മരുതാ പോസ്റ്റ് ചെയ്യുക, ഈ ചെറ്റത്തരവന്മാർ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഇവർ കംപ്ലീറ്റ്ലി വിഷം കുത്തിക്കയറ്റും. നിങ്ങൾ കണ്ടോ, അതാണ് നടക്കാൻ പോകുന്നത്. അപ്പോഴേക്കും ഇനി ജെൻസി ഏത് രീതിയിലിട്ടത് അതിനെ കവറപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരങ്ങളുണ്ടായി എങ്ങനെ അതിന് എഗെയിൻസ്റ്റ് സംസാരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സംഖ്യകളുടെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത്. ആർക്കും മാറ്റാൻ പറ്റില്ല. അതങ്ങനെ ആയിപ്പോയി. അതൊക്കെ അവൻ ചത്തൊടുങ്ങുമ്പോഴേ അത് ഒടുങ്ങുള്ളൂ. അപ്പോഴേക്കും അവൻ്റെ പുതിയ തലമുറക്ക് ഇവനത് പകർന്നു കൊടുക്കും. തീർച്ചയായിട്ടും പകർന്നു കൊടുക്കും. അത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും, എത്ര പേര് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ CJP ഒരു പ്രൊട്ടസ്റ്റ് വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ആദ്യമായിട്ട് മോദി ഭരണത്തിൽ നിന്ന് 12 വർഷത്തിനിടക്ക് ഒരാൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് സമരം ചെയ്ത് ഒരാളെ താഴത്തിറക്കി എന്നുള്ളതൊരു വിജയം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കുന്നത് ഒരു സെപ്റ്റിക് ടാങ്കാണ്. ആ സെപ്റ്റിക് ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും വീണ്ടും അതിലോട്ട് വീണുകൊണ്ടിരിക്കുന്നതും അതിൽ നമ്മൾ കാണുന്നതും ഈ പറഞ്ഞ അമേധ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഭാഗം ക്ലീൻ ചെയ്താലും മറ്റേ ഭാഗത്ത് നിന്ന് വീണ്ടും ഇത് തന്നെയാണ് അതിൽ ഫില്ലായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പോയി കഴിഞ്ഞാൽ മറ്റൊന്ന് വരും. എല്ലാം ഈ പറഞ്ഞ സെപ്റ്റിക് ടാങ്കിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള അവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് കേട്ടപ്പം മുതൽ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ സൈബർ സംഘികളും എല്ലാവരും കൂടെ തോൽപ്പിക്കാനാവില്ലടാ ഞങ്ങളെ മാസ്റ്റർ സ്ട്രോക്ക് ആടാതെ, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ RSSകാരൻ പോയാൽ പ്രഹ്ലാദ് ജോഷി എന്ന് പറഞ്ഞാൽ മറ്റൊരു RSSകാരൻ വരിടാ, നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. സത്യമാണ്, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാറ്റേണ്ടത് മന്ത്രിമാരെ, അല്ലെങ്കിൽ മന്ത്രിമാരുടെ കൂട്ടത്തിലുള്ള ഈ വെട്ടാവളിയന്മാരെ അല്ല. നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ സിസ്റ്റത്തിനെയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. സിസ്റ്റം മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം അതുപോലെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നോക്കാം, ഇതൊരു എന്താ പറയുക, ഒരു തുടക്കം മാത്രമാണ്. ഇനി E20 വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫിനാൻസ്, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് എത്രത്തോളം വരാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും ഈ ഇളിയങ്ങോട്ട് നിൽക്കും. അതൊക്കെ ബാക്ക് ടു ബാക്ക് 1 by 1 ആയിട്ട് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നോക്കാം ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്. ഈ രാജ്യത്തെ യുവതലമുറ, അത് ജെൻസി ആയിക്കോട്ടെ, ഇനി വരുന്ന ജെൻ ആൽഫ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ജെൻ ബീറ്റ ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്, അവരതിനെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാർ കാണാത്ത ആളുകളുടെ തൊട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.